ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യലിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ക്ലാസ്സൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് പോവുകയാണ്. സെക്കൻഡ് യൂണിറ്റ് വിലയിരുത്തലും മൂല്യനിർണ്ണയവും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ഏറ്റവും വന്ന് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞത് കേട്ടാൽ തന്നെ നമ്മൾ കഥ പറയണ പോലെ അങ്ങനെ കേട്ടിരുന്നാൽ മതി. പറയണത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾ പണിയെടുക്കുന്ന സമയത്തൊക്കെ ഹെഡ്സെറ്റ് ഇയർപോഡ് എന്തെങ്കിലും ചെവിയിൽ വെച്ചിട്ട് ഫുൾ സൗണ്ടിലിട്ട് കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പം അത് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും എക്സാമിന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റും. പാഠഭാഗത്തിലേക്ക് പോവുക. വിലയിരുത്തലും മൂല്യനിർണ്ണയവും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ടീച്ചിങ് മാനുവലെ കുറിച്ചാണ് പറയുന്നത്. ടീച്ചിങ് മാനുവലും ക്ലാസ് എടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുട്ടീനെ വിലയിരുത്തണം, അതിന് മൂല്യനിർണ്ണയത്തിനുള്ള പരിപാടികൾ എടുക്കും വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ആദ്യം എന്താണ് വിലയിരുത്തൽ, പിന്നെ മൂല്യനിർണ്ണയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. പഠന പ്രക്രിയയിൽ വിലയിരുത്തലിൻ്റെ മൂല്യനിർണ്ണയത്തിനുള്ള ഉദ്ദേശങ്ങളാണ് ടോപ്പിക്കിൽ ആദ്യം തന്നെ. ചുരുക്കത്തിൽ എന്താ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ കുട്ടിയിലേക്കൊരു കാര്യം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പഠന നേട്ടം എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ല ടൂളോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തരം വിലയിരുത്തലാണ്. ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും വിലയിരുത്തലാണ്. എന്തിനാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്? കുട്ടികളിലേക്ക് ആ പഠന നേട്ടം എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ. അതൊരു തരം വിലയിരുത്തലാണ്. മറ്റൊന്ന്, നമ്മൾ ഒരു പാഠഭാഗമൊക്കെ ആയിരിക്കും നമുക്ക് ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവർ നിശ്ചയിച്ച് തന്നിട്ടുണ്ടാവുക. ആ പാഠഭാഗം കഴിയുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ 45 ഡേയ്സ് കഴിയുമ്പോഴോ അവസാന നിമിഷത്തിൽ നമ്മളൊരു എക്സാം നടത്തും. നമുക്ക് ബ്ലൂ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു എക്സാം നടത്തും. ആ എക്സാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടിയിലേക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്, എത്രത്തോളം കുട്ടി ആശയം ഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂല്യനിർണ്ണയമാണ് അത്. അപ്പോൾ അത് മറ്റൊരു തരം വിലയിരുത്തൽ. ഇനി മറ്റൊന്നാണ് എക്സാം. അതായത് ഓരോ ടേമുകൾ കഴിഞ്ഞിട്ട് എക്സാം നടത്തുക. വർഷത്തിൽ അവസാനം കുട്ടി അടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം നടത്തുക. ഇതൊക്കെ കുട്ടിയുടെ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് പഠന പ്രക്രിയയിൽ വിലയിരുത്തലിൻ്റെ അല്ലെങ്കിൽ മൂല്യനിർണ്ണയത്തിൻ്റെ ഉദ്ദേശങ്ങൾ. പഠന പ്രക്രിയയിലാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് പഠന പിന്തുണ എന്നുള്ളത്. എന്താ പഠന പിന്തുണ എന്ന് പറഞ്ഞാൽ, നമ്മൾ ബുക്കിലുള്ള പോയിൻറ്റ്സ് നോക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്ത് നോക്കുക. പഠന പിന്തുണ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു 3-4 ദിവസം ഒരു പെർഫെക്റ്റ് ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കുട്ടിയുടെ ഏകദേശ ക്യാരക്ടർ, ഏകദേശ സ്വഭാവം, ഏകദേശ പഠന നിലവാരം ഇതൊക്കെ നമുക്ക് അളന്നെടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കുട്ടികളെയും നമ്മൾ പഠിപ്പിക്കുമ്പോൾ വിലയിരുത്തിയിട്ട് നമ്മുടെ മനസ്സിൽ അതൊക്കെ വേണം നമ്മൾ പഠിപ്പിക്കുമ്പോൾ. ആ കുട്ടി എങ്ങനെയുള്ളതാണ്, കുട്ടിക്ക് പെട്ടെന്ന് കിട്ടുമോ, കുട്ടിക്ക് ഒന്നും കൂടെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഓരോ കുട്ടികളുടെയും പഠന നിലവാരം നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നോക്കം നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അവർക്ക് മുന്നോട്ടെത്താനുള്ള അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ ഒപ്പം എത്തപ്പെടാനുള്ള മാർഗങ്ങളും നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പഠന പിന്തുണ എന്ന് പറഞ്ഞാൽ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മറ്റുള്ളവരെ കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കുക. വ്യത്യസ്ത നിലവാരക്കാരും പഠന വേഗതയുമുള്ള കുട്ടികൾക്ക് ലഭിക്കേണ്ട പഠന പിന്തുണയും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഓരോ കുട്ടിയുടെയും കഴിവുകളും പരിമിതികളും നിർബന്ധമായിട്ടും ആര് തിരിച്ചറിഞ്ഞിരിക്കണം? ഒരധ്യാപിക തിരിച്ചറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പഠന പിന്തുണ എന്നുള്ളത്, നമ്മൾ പഠന പിന്തുണ നൽകണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറ്റുമോ? അതായത് എക്സാം നടത്തിയിട്ടൊക്കെ എക്സാം ലാസ്റ്റല്ലേ നമ്മൾ നടത്തുക, എന്നിട്ട് നമുക്ക് കുട്ടീനെ മുന്നോട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ നിരന്തരം വിലയിരുത്തിക്കൊണ്ടിരിക്കണം കുട്ടീനെയൊക്കെ. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ, കുട്ടി പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിലും ആ കുട്ടിയുടെ എല്ലാ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരുടെയും വ്യത്യസ്തമായിരിക്കും. നമ്മളാരും ഒരേ സ്വഭാവക്കാരോ ഒരേ പഠന നിലവാരമുള്ളവരോ അല്ല. അപ്പം എനിക്ക് മറ്റുള്ളവരെക്കാളും
പഠിക്കാൻ കഴിയൂലേ എന്നുള്ളത് എൻ്റെ ഇതിനനുസരിച്ചിരിക്കും. എനിക്ക് പഠിച്ചിട്ട് എഴുതി പ്രാവർത്തികമാക്കാനുള്ളത് ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലേക്കാരം, ചിലപ്പോൾ പ്രത്യേക വിഷയങ്ങളോടായിരിക്കും താല്പര്യം. എന്നെ സംബന്ധിച്ച് എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട വിഷയം മാത്സും ഏറ്റവും ദേഷ്യമുള്ള വിഷയം സോഷ്യലുമാണ്. ഈ വോയിസ് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ നേരെ തിരിച്ചാവും അല്ലേ? സോഷ്യലായിരിക്കും ഏറ്റവും ഇഷ്ടം, ഏറ്റവും വെറുപ്പ് മാത്സിനോടായിരിക്കും. ഇങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും അതേപോലെ തന്നെ പഠന നിലവാരം ഒക്കെ വ്യത്യസ്തമാണ്. നമ്മളെ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആ 60 കുട്ടികളും 60 എണ്ണാണ്. അപ്പോൾ അവരുടെ 60 ആളുടെയും സ്വഭാവം മാറ്റം ഉണ്ടാവും, പഠന നിലവാരവും മാറ്റം ഉണ്ടാവും. അവരൊക്കെ നമ്മൾ മുന്നോട്ട് എത്തിക്കേണ്ടി വരും. ഇപ്പോൾ പഠന പിന്തുണ എന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴാണ്? പഠന പ്രക്രിയകൾ ചെയ്യുമ്പോഴൊക്കെയാണ് അല്ലേ? പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴൊക്കെയാണ് പഠന പിന്തുണ നൽകേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇത് വിലയിരുത്തുക? അതും പഠന പ്രക്രിയേൻ്റെ സമയത്ത് തന്നെയാണ്. അപ്പോൾ പഠന പ്രക്രിയയോടൊപ്പം നടക്കുന്ന വിലയിരുത്തലിലൂടെയാകണം നമ്മൾ കുട്ടികൾക്ക് പഠന പിന്തുണ സാധ്യമാക്കേണ്ടത്. അതേപോലെ തന്നെ വിലയിരുത്തൽ ഒരു നിരന്തര പ്രക്രിയ ആയിരിക്കണം, അപ്പോഴേ നമുക്ക് പഠന പിന്തുണയൊക്കെ നൽകാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ടൊരു ക്ലാസ് കയറുകയാണ്, ആദ്യമായിട്ട് കയറുന്ന ക്ലാസ്സിലുള്ള കുട്ടികളൊന്നും എനിക്കറിയില്ല. ഒറ്റയടിക്ക് പഠന പിന്തുണ ആർക്കാണ് നൽകേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവോ? ഇല്ല, നിരന്തരം വിലയിരുത്തിക്കൊണ്ടിരിക്കണം ഓരോരുത്തരെ കുറിച്ചും. അതേപോലെ തന്നെ ടീച്ചറിൻ്റെ വിലയിരുത്തലിനോടൊപ്പം തന്നെ നമുക്ക് കുട്ടികൾക്കും എന്ത് ചെയ്യുക? സ്വയം വിലയിരുത്തലിനും പരസ്പര വിലയിരുത്തലിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോഴാണ് ഒരു വിലയിരുത്തൽ എപ്പോഴും അത് സർഗാത്മകവും അതേപോലെ തന്നെ ഫലപ്രദമാവുക. നമ്മൾ കുട്ടീനെ വിലയിരുത്തിയിട്ടേ നമ്മൾ പഠന പിന്തുണയ്ക്ക് കുട്ടിക്ക് നൽകി. കുട്ടിക്ക് കിട്ടേണ്ട മെച്ചങ്ങൾ എന്തൊക്കെയാണ്? കുട്ടിക്ക് മറ്റുള്ളവരുടെ കൂടെ എത്തിപ്പെടാം അല്ലേ? അല്ലെങ്കിൽ അവൻ അതിന് ശ്രമിക്കെങ്കിലും ചെയ്യും. ഒക്കെ പോട്ടെ, നമ്മളിപ്പോൾ ഒരു പിയർ ഇവാലുവേഷനാണ് നടക്കുന്നത്, അതായത് പരസ്പര വിലയിരുത്തലാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഹാൻഡ് റൈറ്റിംഗ് മത്സരമോ അല്ലെങ്കിൽ കേട്ടെഴുത്തിൻ്റെ മത്സരമൊക്കെ നടത്തി ഞാൻ വെറുതെ എൻ്റെ ബുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ടീച്ചർ പറയുകയാണ് നിങ്ങളുടെ മാർക്ക് തന്നെ ഒന്ന് നോക്കി നോക്കുമെന്ന് പറയുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ കുട്ടിയാണെങ്കിൽ ഞാൻ എൻ്റെ മാർക്ക് ഇങ്ങനെ നോക്കി, എനിക്ക് 10ൽ 2 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ തൊട്ടടുത്തേക്ക് നോക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ തൊട്ടടുത്തുള്ള കുട്ടിയുടെ മാർക്കും കൂടെ നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ മാർക്കും നോക്കി. അവന് 10ൽ 9 മാർക്കുണ്ട്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും മാനസികമായിട്ടൊരു പ്രയാസം തോന്നും. എന്തുകൊണ്ടാണ് എനിക്ക് പറ്റാഞ്ഞ്? അവന് 9 മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കും ഒരുപാട് വിഷമാവും. നമ്മൾ എന്ത് ചെയ്യും? അവരുടെ കൂടെ എത്തിപ്പെടാൻ നമ്മൾ സ്വയം നോക്കും. ഇതൊക്കെ ഓരോ മെച്ചപ്പെട്ട രീതികളാണ്. വിലയിരുത്തുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. ഒന്നും വേണ്ട, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോഴും നമ്മളെ മാർക്ക് അറിയണേക്കാളും നമുക്ക് ആഗ്രഹം നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പരീക്ഷയ്ക്ക് അവനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ നോക്കും. അങ്ങനെയല്ലേ നമ്മളൊക്കെ ചെയ്യാറുള്ളത്? നമുക്ക് തൊട്ടടുത്തുള്ളവനെ നോക്കുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ നോക്കാം, പഠന പിന്തുണ കഴിഞ്ഞു. അടുത്ത പോയിൻ്റ് ക്ലാസ് കയറ്റം, സർട്ടിഫിക്കേഷന്, പഠനഫലം സമൂഹവുമായിട്ട് പങ്കുവെക്കൽ. ക്ലാസ് കയറ്റം എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ക്ലാസ് കയറ്റം കൊടുക്കണം. 1-ന്ന് 2ക്ക് ചാടുക, 2-ന്ന് 3ക്ക് ചാടുക. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ ക്ലാസ് കഴിഞ്ഞാൽ? അതേപോലെ തന്നെ നമ്മുടെ പഠനം എന്ത് ചെയ്യേണ്ടി വരും? അത് സമൂഹവുമായിട്ട് പങ്കുവെക്കും വേണം. ഇതാണ് അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നിശ്ചിത പഠന കാലഘട്ടം പൂർത്തിയാകുമ്പോഴും കുട്ടിയുടെ പഠന നേട്ടം മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഓരോ ടേം കഴിയുമ്പോഴും വർഷാന്ത്യത്തിലും നടത്തുന്ന ഇത്തരം വിലയിരുത്തലിനും പ്രസക്തിയുണ്ട്. ഈ മൂല്യനിർണ്ണയ ഫലങ്ങളും കുട്ടിയുടെ മികവുകളും പോരായ്മകളും തിരിച്ചറിഞ്ഞ് ഉചിതമായ ഇടപെടലുകൾ തുടർന്ന് നടത്താൻ ടീച്ചറിന് സഹായകമാവും. അതോടൊപ്പം തന്നെ ക്ലാസ് കയറ്റും, സർട്ടിഫിക്കറ്റ് നൽകൽ, പഠനഫലം സമൂഹവുമായിട്ട് പങ്കുവെക്കൽ എന്നിവ പ്രയോഗിക്കപ്പെടുത്താനും കഴിയും. ഒന്നുമില്ല, നമ്മൾ ടേം വിലയിരുത്തൽ നടത്താറുണ്ടല്ലോ, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആനുവൽ എക്സാമും നടത്തും. ഇതിലൂടെയൊക്കെ നമുക്ക് ആനുവൽ എക്സാമിലൂടെയാണ് നമ്മൾ ക്ലാസ് കയറ്റം നടത്തുക. ടേമിലൂടെ നമ്മൾ ഫസ്റ്റ് ടേം കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ആദ്യം കുട്ടിയിലേക്ക് കൊടുക്കും. എന്നിട്ട് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പാരൻസ് മീറ്റിംഗ് ഒക്കെ വിളിച്ച് വരുത്തിയിട്ട് അത് സമൂഹത്തിന്, അതായത് നമ്മുടെ പാരൻസിന് നമ്മൾ ആ മാർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അത് വിലയിരുത്തും. ഇങ്ങനെ ഒരു രീതിയുണ്ട്. ഈ രീതിയും മൂല്യനിർണ്ണയത്തിൻ്റെ മറ്റൊരു ഉദ്ദേശം കൂടിയാണ്. മറ്റൊന്നാണ് ക്ലാസ് കഴിഞ്ഞാൽ പാസ്സായി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇതിനും എന്ത് വേണം? വിലയിരുത്തൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ പഠനഫലം
സമൂഹമായിട്ട് പങ്കുവെക്കുക. അത് ഞാൻ പറഞ്ഞു, മീറ്റിങ്ങൊക്കെ കൂടിയിട്ട് വിളിച്ചു വരുത്തിയിട്ട്, അതല്ലെങ്കിൽ ടോപ്പേഴ്സിന്, ആളുകളുടെ ഇടയിൽ നിന്ന് ടോപ്പേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുക, ചെറിയ പ്രൈസൊക്കെ കൊടുക്കുക. ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അടുത്തതാണ് സാമൂഹ്യശാസ്ത്ര പഠനവും വിലയിരുത്തൽ. നമ്മൾ സാമൂഹ്യശാസ്ത്രമല്ലേ പഠിച്ചുകൊണ്ടിരിക്കണം, അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പഠന നേട്ടത്തിൽ ഊന്നൽ നൽകിയിട്ടുള്ള വിലയിരുത്തൽ സമീപന തന്ത്രങ്ങളാണ് സാമൂഹ്യശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുക. അത് നമുക്ക് യു പിത്താണ് പഠിക്കാനുള്ളത്, SSC UPയിലുള്ളത്. അപ്പോൾ യു പിത്ത് നമുക്ക് പഠിക്കുക. അതിന് മുന്നായിട്ട് വിലയിരുത്തലിൻ്റെ വിവിധ രീതികൾ പരിചയപ്പെടുക. ഒന്നാമത്തെ രീതിയാണ് സ്വയം വിലയിരുത്തൽ, പരസ്പര വിലയിരുത്തൽ. രണ്ടാമത്തത് നിരന്തര വിലയിരുത്തൽ. മൂന്നാമത്തത് ടേം വിലയിരുത്തൽ. നാലാമത്തത് 3 പോയിൻറ്റ്സാണ് ഉള്ളത്. സ്വയം വിലയിരുത്തൽ, നിരന്തര വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ. നോക്കല്ലേ, എന്താ സ്വയം വിലയിരുത്തൽ അല്ലെങ്കിൽ പരസ്പര വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ? കുട്ടികൾ ഭൗതിക നിലവാരത്തിലും പഠന വേഗതയിലും വ്യത്യസ്തമായിരിക്കുമെന്നതിനാൽ ഓരോ കുട്ടിക്കും ലഭിക്കേണ്ട പരിഗണനയും അതേപോലെ തന്നെ കൈത്താങ്ങും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഓരോ കുട്ടിയുടെയും കഴിവുകൾ ടീച്ചർ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ കുട്ടികൾ സ്വയം ബോധ്യപ്പെടുത്തും വേണം. അതായത് അതിന് നമ്മൾ ക്ലാസ് റൂമിൽ ടീച്ചർമാരെ അവസരം ഉണ്ടാക്കി കൊടുക്കണം സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാനും മറ്റുള്ളവരുടെ മാർക്കും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഴിവും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാനോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? കുട്ടികൾക്ക് അവസരം കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ എന്തെങ്കിലും പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ മാർക്ക് കിട്ടിയ ആൾ, അതല്ലെങ്കിൽ ചെയ്തതിൽ ഏറ്റവും പെർഫെക്ഷനുള്ള ആളുകളെയൊക്കെ നമ്മൾ എണീറ്റ് നിർത്തിക്കാണ്ട് മറ്റുള്ളവരോട് കൈയടിക്കാൻ പറയാറുണ്ട് അല്ലേ? ആ ഒരു സമയത്തടക്കം മറ്റുള്ളവർക്ക് സ്വയം വിലയിരുത്താനുള്ള അവസരം നമുക്ക് അവിടെ കൊടുക്കാം. എങ്ങനെയാണ്? നമുക്ക് ഇപ്പം ഞാനൊരു കുട്ടിയാണെങ്കിൽ ഞാനടക്കം ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്ക് ഈ കാര്യം പറ്റിയില്ല, എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, അടുത്ത പ്രാവശ്യം ഞാൻ ഇതിനേക്കാളും ഉഷാറാക്കിക്കൂടെ, അല്ലെങ്കിൽ അവനേക്കാളും മുന്നിലെത്തിക്കൂടെ, ഇങ്ങനെ നമുക്കും ചിന്തിക്കാം. ഇതിനെയാണ് സ്വയം വിലയിരുത്തൽ എന്ന് പറയാം. അപ്പോൾ സ്വയം വിലയിരുത്തൽ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മെച്ചപ്പെടാം അല്ലേ? അതായത് മറ്റുള്ളവരെക്കാളും മുന്നിലെത്താൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. ആ ശ്രമത്തിൽ പരാജയപ്പെട്ടോട്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. എങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാൻ കുട്ടികളെ സപ്പോർട്ട് ചെയ്യും കൂടെ കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് പരസ്പര വിലയിരുത്തലിനൊക്കെ അവസരം ഉണ്ടാക്കുന്ന കുറച്ച് സന്ദർഭങ്ങൾ പറയുന്നുണ്ട്. സംഘപ്രവർത്തനങ്ങൾ, പഠന നേട്ടങ്ങൾ പങ്കുവെക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക, പഠനോൽപ്പന്നങ്ങൾ പരസ്പരം വിലയിരുത്താനുള്ള അവസരങ്ങൾ, സർഗാത്മക സൃഷ്ടികൾക്കും പ്രകടനങ്ങൾക്കുമുള്ള അവസരങ്ങൾ എന്നിവ. ഒന്ന്, സംഘപ്രവർത്തനങ്ങൾ, ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുക. ഗ്രൂപ്പായിട്ട് ഒരു ആക്ടിവിറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ളവർക്ക് തന്നെ പരസ്പരം വിലയിരുത്താം. എങ്ങനെയാണ്? അപ്പോൾ ഒരു കുട്ടി തന്നെയാണ് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പരസ്പരം വിലയിരുത്താം. അവന് നല്ലോണം ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് അങ്ങനെ പറ്റണില്ലല്ലോ, എന്താ അവൻ്റെ കൂടെ എത്തിയാൽ, ഇങ്ങനെ നമുക്ക് വിലയിരുത്തി നോക്കാം പരസ്പരം. മറ്റൊന്ന്, പഠന നേട്ടങ്ങൾ പങ്കുവെക്കാനുള്ള അവസരങ്ങൾ. അത് നമ്മൾ പറഞ്ഞു, ചോദ്യം ചോദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മറ്റൊന്നാണ് പഠനോൽപ്പന്നങ്ങൾ പരസ്പരം വിലയിരുത്തുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് കുട്ടികളോട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളത് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി വരും. അതിലേറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഏറ്റവും നന്നായിട്ട് ചെയ്ത ഒരാളെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവനെന്തായിരിക്കും? ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ മറ്റുള്ളവർക്കൊരു വിഷമം ഉണ്ടാവും, എനിക്ക് എന്തുകൊണ്ട് അത് പറ്റിയില്ല. അപ്പോൾ അവന് നാളെ അതിനേക്കാൾ ഉഷാറായിട്ട് ചെയ്തു വരും. മറ്റൊന്നാണ് സർഗാത്മക സൃഷ്ടികൾ. അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഉപകരണങ്ങൾ, അതേപോലെ അത് പ്രകടനങ്ങൾ, ഇതിനൊക്കെ അവസരങ്ങൾ, ഇതിനൊക്കെ നൽകുമ്പോൾ ഇതൊക്കെ എന്താണ്? ഈ ഒരു 4 പോയിൻറ്റ്സും കുട്ടികൾക്ക് സ്വയം വിലയിരുത്താനും പരസ്പര വിലയിരുത്താനൊക്കെ സഹായിക്കുന്ന പോയിൻറ്റ്സുകളാണ്. ഇനി ഈ സ്വയം വിലയിരുത്തലിൻ്റെയൊക്കെ നേട്ടങ്ങൾ എന്താ? സ്വയം മെച്ചപ്പെടുത്തുക അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ മനോഭാവം വളർത്തിയെടുക്കുക. അതേപോലെ നമുക്ക് ഇപ്പോൾ അഥവാ ഇനി ആ ഒരു കുട്ടിനേക്കാളും കുറച്ച് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും സപ്പോർട്ടോട് കൂടിയോ അല്ലെങ്കിൽ നമുക്കൊരു കൈത്താങ്ങ് വേണമെങ്കിൽ അത് വീട്ടിൽ പറഞ്ഞിട്ട് ഒരു ട്യൂട്ടറെ നിർണ്ണയിക്കുകയോ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിലുള്ള മെച്ചാണ്, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അടുത്തതാണ് നിരന്തര വിലയിരുത്തൽ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ.
ക്ലാസ് മുറിക്കകത്തും പുറത്തും നടക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തുന്നതിനെയാണ് നിരന്തര വിലയിരുത്തൽ എന്ന് പറയുക. അതായത് പഠന പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, പഠനേതര പ്രവർത്തനങ്ങളും ഉണ്ടാവും. അതിലൊക്കെ കുട്ടീനെ വിലയിരുത്തുന്നതിനെയാണ് നിരന്തര വിലയിരുത്തൽ എന്ന് പറയും. അപ്പോൾ കുട്ടി ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത്, പഠന പ്രക്രിയ നൽകുന്ന സമയത്ത് മാത്രം നമ്മൾ വിലയിരുത്തിയാൽ പോരാ. കുട്ടീനെ നമ്മൾ എപ്പോഴാണോ കുട്ടീൻ്റെ അടുത്തുള്ളത് ആ ടൈമിലൊക്കെ നമ്മൾ കുട്ടീനെ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ക്ലാസ് മുറിക്കകത്തും പുറത്തും കുട്ടീനെ വിലയിരുത്തണം. എന്തെങ്കിലും ആക്ടിവിറ്റീസിന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലോ, കുട്ടികളെ ഒരു കളിക്കാൻ വിട്ടതാണെങ്കിലോ, സ്കൂളിൻ്റെ ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ കുട്ടികൾ എന്ത് ചെയ്യുന്നു നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിലയിരുത്തുക എന്ന് പറഞ്ഞില്ലേ, നിരന്തരം വിലയിരുത്തുക എന്ന് പറഞ്ഞില്ലേ, ഇത് കുട്ടിയുടെ അക്കാദമിക നേട്ടം മുൻനിർത്തി മാത്രമല്ല. അക്കാദമിക നേട്ടം വേണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം അവിടെ വെക്കരുത്. അതിൻ്റെ കൂടെ തന്നെ കുട്ടിയുടെ പഠന പ്രക്രിയകളിലുള്ള മികവ്, അതേപോലെ സാമൂഹ്യ ശേഷികളുണ്ട്, മറ്റുള്ളവരേറ്റും ഇടപഴകുന്നതിൽ കുട്ടി എങ്ങനെയാണ്, അതേപോലെ ജീവിത നൈപുണികൾ. നിങ്ങളൊരു 10 ജീവിത നൈപുണികൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ഏതോ ഒരു ബുക്കിലുണ്ട്. ആ ജീവിത നൈപുണികളൊക്കെ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ, സർഗശേഷികളുണ്ടോ, മനോഭാവം എങ്ങനെയാണ്, ഇതൊക്കെ കുട്ടിയുടേത് നമുക്ക് വിലയിരുത്താൻ പറ്റും. ഇപ്പം നിരന്തരം വിലയിരുത്തലിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ടീച്ചിങ് മാനുവൽ ഉൾപ്പെടെയുള്ള ടീച്ചറിൻ്റെ അനൗപചാരിക നിരീക്ഷണ കുറിപ്പുകൾ. നമ്മളൊക്കെ എഴുതാറില്ലേ, ലാസ്റ്റായിട്ട് നമ്മൾ കുറിപ്പൊക്കെ എഴുതും അല്ലേ, പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ വായിച്ചു നോക്കിയാൽ ഏകദേശം കുട്ടികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന് ചെക്ക് ലിസ്റ്റ് നടത്താം, റേറ്റിംഗ് സ്കെയിൽ നടത്തി നോക്കാം, കുട്ടികളുടെ പോർട്ട്ഫോളിയോകൾ നോക്കാം. മറ്റൊന്ന് യൂണിറ്റുകൾ സന്ദർഭോചിതമായിട്ട് പ്രയോജനപ്പെടുത്തുക, യൂണിറ്റ് ടെസ്റ്റുകൾ. അടുത്തതാണ് ടേം മൂല്യനിർണ്ണയം. ഓരോ നിശ്ചിത കാലയളവ് പൂർത്തീകരിക്കുമ്പോഴും കുട്ടി നേടിയ അറിവുകൾ, ധാരണകൾ, കഴിവുകൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ എന്നിവയുടെ പ്രയോഗക്ഷമതയും വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതുണ്ട്. ടേം മൂല്യനിർണ്ണയത്തിലൂടെ നമുക്ക് 4 പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ടേം മൂല്യനിർണ്ണയത്തിലൂടെ ഒരു നിശ്ചിത കാലയളവിലെ കുട്ടിയുടെ പഠന പുരോഗതി വിലയിരുത്തപ്പെടാൻ പറ്റും. ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ഒക്കെ അല്ലേ. അപ്പോൾ ഓരോ നിശ്ചിത കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ ടേം വിലയിരുത്തൽ നടത്തുക. ഈ ടേം മൂല്യനിർണ്ണയം നടത്തി കഴിഞ്ഞാൽ കുട്ടിയുടെ മാർക്ക് നോക്കിയിട്ട് നമ്മൾ കുട്ടികളെ വിലയിരുത്തും. കുട്ടികളെ നമ്മൾ മാർക്ക് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് എഴുതി പ്രോഗ്രസ് തയ്യാറാക്കി പാരൻസ് മീറ്റിംഗ് നടത്തുകയും ചെയ്യും. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിലൂടെ കുട്ടിയുടെ ആ ഒരു കാലഘട്ടത്തെ പഠന പുരോഗതി വിലയിരുത്താൻ പറ്റും. അതേപോലെ തന്നെ കുട്ടിയുടെ പഠന പുരോഗതി രക്ഷിതാക്കൾക്കും രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന സമൂഹത്തിലും നമുക്ക് പങ്കുവെക്കാൻ പറ്റും. മറ്റൊന്ന്, കുട്ടിയുടെ പഠന പുരോഗതിക്കായുള്ള ഇടപെടൽ സാധ്യതകളും മേഖലകളും പരിശോധിക്കുന്നതിനു വേണ്ടി എന്നാൽ പുനർനിർണയത്തിനും സാധ്യമാക്കുന്നു, പഠന നിലവാരത്തെ ഗ്രേഡ് ചെയ്യുന്നതിനും സാധ്യമാക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടേം മൂല്യനിർണ്ണയത്തിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ടേം മൂല്യനിർണ്ണയത്തിന് ചോദ്യങ്ങൾ തയ്യാറാക്കണം, അതായത് ടൂള് തയ്യാറാക്കണം. ആ ടൂളിനെ നമ്മൾ ബ്ലൂ പ്രിൻ്റ് എന്നാണ് വിളിച്ചിരുന്നത്. നിങ്ങളൊക്കെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും, പരിചയം ഉണ്ടാവുമല്ലോ. 3rd സെമ്മിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, LPക്കും വേണ്ടി. UP ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവസാനം ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കേണ്ടി വരും. ഓരോ വിഷയത്തിലും ഓരോന്നല്ലേ കണക്ക്. അപ്പോൾ സോഷ്യലിലെ ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിന് മുന്നായിട്ട് നമ്മൾ ബ്ലൂ പ്രിൻറ്റിൽ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ 3 വിഭാഗത്തിലുള്ള കുട്ടികളുണ്ടാവും നമ്മളെ മുന്നിൽ. പഠന പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നവർ, അതായത് ഏറ്റവും താഴെ ലെവലിലുള്ളവർ, ഒരു ആവറേജ് ലെവലിലുള്ളവർ, ഒരു എബോ ആവറേജിൽ ഹൈ ലെവലിൽ പഠിക്കുന്നവർ. ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് കുട്ടികൾ അവിടെ ഉണ്ടാവുക. താഴെയുള്ളവർ, ഇടത്തരം, നല്ലോണം പഠിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ 3 വിഭാഗക്കാരെയും നമ്മൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. അതായത് ഈ ഒരു ചോദ്യ പേപ്പറിൽ പഠന നിലവാരം താഴെ നിൽക്കുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു ആവറേജ് ലെവലിലുള്ള കുട്ടികൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഏറ്റവും മുകളിൽ നിൽക്കുന്നവർക്ക് പിന്നെ ഏത് ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നുണ്ട്. മറ്റുള്ളവർക്കായിരിക്കും ചെറിയ പ്രയാസം. അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോ ചോദ്യങ്ങളും തയ്യാറാക്കേണ്ടത്.
ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ പരിഗണിച്ചിരിക്കണം. ഒന്ന്, ജ്ഞാനനിർമ്മിതി സമീപനത്തിൽ ഊന്നിയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. ജ്ഞാനനിർമ്മിതി സമീപനം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തു വെക്കുക. ബ്ലൂ പ്രിൻറ്റിലുള്ള സമീപനമാണ്. ജ്ഞാനനിർമ്മിതി സമീപനത്തിലായിരിക്കണം നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരട്ടെ. കാരണം ചോദ്യം തയ്യാറാക്കുമ്പോൾ ഒരു നല്ല ചോദ്യം എങ്ങനെയായിരിക്കണം, നല്ല ചോദ്യപേപ്പർ എങ്ങനെ ആയിരിക്കണം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ടെക്സ്റ്റ് ബുക്ക് തന്നെ ധാരാളം പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് കേട്ടാൽ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള പോയിൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഒന്ന്, ജ്ഞാനനിർമ്മിതി സമീപനത്തിനൂന്നിയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. രണ്ട്, വ്യത്യസ്ത നിലവാരക്കാരെ പരിഗണിക്കുന്ന വിധത്തിൽ ചോദ്യങ്ങൾ ചിട്ടപ്പെടുത്തണം, നമ്മൾ പറഞ്ഞു. മറ്റൊന്ന്, പ്രധാന ആശയമേഖലകളിലും നൈപുണികളും നിലവാരഭേദം പരിഗണിക്കണം. എല്ലാ മേഖലയിലും ടച്ച് ചെയ്യുക. പ്രധാന ആശയങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാം. അടിസ്ഥാന ശേഷികളും ധാരണകളും സന്ദർഭാനുസരണം പ്രയോഗിക്കാൻ അവസരമുണ്ടാക്കണം. കുട്ടി നേടിയിട്ടുള്ള അടിസ്ഥാന ശേഷികൾ, ധാരണകൾ, ഇതൊക്കെ പരീക്ഷ പേപ്പറിൽ ഉൾപ്പെടുത്താൻ പറ്റണം. അതായത് കുട്ടികൾക്ക് എഴുതി തയ്യാറാക്കണം. ഓരോ കുട്ടിക്കും തൻ്റേതായ നിലവിൽ മികവ് പ്രകടിപ്പിക്കാൻ പരീക്ഷ പേപ്പറിലൂടെ കഴിയണം. മറ്റൊന്ന്, ഭിന്നശേഷിക്കാരെ പരിഗണിക്കുന്ന നിശ്ചിത എണ്ണം ചോദ്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം, മസ്റ്റാണ്. മറ്റൊന്ന്, ചോദ്യങ്ങൾ ചിന്താ പ്രക്രിയയ്ക്ക് ഊന്നൽ നൽകുന്നതും വെല്ലുവിളി ഉയർത്തുന്നതുമാകണം. നേരിട്ട് ഡയറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്കത്തെ ചോദ്യം കൊടുക്കുന്നതിലുപരി ചോദ്യങ്ങൾ കാണുമ്പോൾ ചിന്താ പ്രക്രിയയ്ക്ക് ഊന്നൽ നൽകും വേണം. അതേപോലെ ചോദ്യങ്ങൾ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ആയിരിക്കണം. മറ്റൊന്ന്, ന്യൂതനവും വൈവിധ്യപൂർണവുമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണം, അതായത് സാങ്കേതിക രീതിയിലുള്ളത്. മറ്റൊന്ന്, ചോദ്യങ്ങളിലെ നിർദ്ദേശങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരിക്കണം. നമ്മൾ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിരിക്കണം. അപ്പോൾ നമ്മൾ പറയാറുണ്ട് പട്ടികപ്പെടുത്തുക. എന്ത് പട്ടികപ്പെടുത്തണു എന്നുള്ളത് മുകളിൽ തന്നാൽ അത്രയും കുട്ടികൾക്ക് അത് വ്യക്തമാവും. അപ്പോൾ താഴെ തന്നിട്ടുള്ള സൂചകങ്ങൾക്ക് അടിസ്ഥാനത്തിൽ തലക്കെട്ടോടുകൂടി പട്ടികപ്പെടുത്തുക. ഇത് നിർദ്ദേശം വ്യക്തമാണ്. ഇങ്ങനെ കറക്റ്റ് നിർദ്ദേശങ്ങൾ വ്യക്തമായിരിക്കണം. മറ്റൊന്ന്, പഠന നേട്ടങ്ങളെ ആവശ്യാനുസരണം വിഭജിച്ചും കൂട്ടിച്ചേർത്തും നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കാം. വിവരണാത്മക ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ ദൈർഘ്യം സൂചിപ്പിക്കണം. നിങ്ങൾ പരീക്ഷ പേപ്പറിലൊക്കെ കണ്ടിട്ടില്ലേ, വിവരിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ അരപ്പുറം കവിയാതെ, ഒരു പുറം കവിയാതെ. ഇനിയിപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ 60 വേർഡ്സ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. മറ്റൊന്ന്, ചോദ്യ ഭാഷ ലളിതമായിരിക്കണം, വിദ്യാർത്ഥി സൗഹൃദമായിരിക്കണം. മറ്റൊന്ന്, ചിത്രങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ, ഭൂപടങ്ങൾ എന്നിവയുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആശയങ്ങൾക്കും യൂണിറ്റുകൾക്കും ആനുപാതിക പ്രാധാന്യം വേണം. സ്വന്തം നിലപാടുകൾ, വിമർശനാത്മക ചിന്ത, പ്രതികരണശേഷി എന്നിവ പ്രകടിപ്പിക്കുന്നതിന് അവസരം ഉണ്ടാക്കണം. കണ്ടിട്ടില്ലേ, നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ, വിശകലനം ചെയ്ത് ഉത്തരം എഴുതുക എന്നൊക്കെ. അപ്പോൾ അതൊക്കെ വിമർശനാത്മക ചിന്തക്കുള്ളതും സ്വന്തം നിലപാടുകൾ എഴുതാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങളും നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിലുണ്ടായിരിക്കണം. മറ്റൊന്ന്, ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളിൽ എല്ലാവർക്കും എഴുതാവുന്ന ഒരു പ്രവേശക ചോദ്യം ഉണ്ടായിരിക്കണം. അത് പറഞ്ഞാൽ നമ്മൾ ഒരു നിർദ്ദേശകൻ നൽകി അതിൽ ABC ചോദ്യങ്ങൾ ഇടുകയാണ്. അപ്പോൾ അതിൽ ഒരു ഇടത്തരം, അതായത് ആവറേജ് സ്റ്റുഡൻസിനടക്കം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കടക്കം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചോദ്യപേപ്പറിൽ. A ചോദ്യം നല്ല സിമ്പിളാവും, B ചോദ്യം കുറച്ചും കൂടെ സിമ്പിളല്ല, എന്നാലും നമുക്കൊരു ആവറേജ് സ്റ്റുഡൻറ്റിന് ആൻസർ ചെയ്യാൻ പറ്റിയതായിരിക്കണം. ചിലപ്പോൾ C ചോദ്യം നല്ല ടഫാവും, അത് നല്ലോണം പഠിച്ച കുട്ടിക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, ഓപ്പൺ എൻഡഡ് ചോദ്യ സാധ്യത പ്രയോജനപ്പെടുത്തണം, അതായത് വിശദീകരിക്കാനുള്ളത്. മറ്റൊന്നാണ്, ചിന്താ പ്രക്രിയ പരിഗണിച്ച് ഉത്തരം എഴുതാനുള്ള സമയവും സ്കോറും നിശ്ചയിച്ചിരിക്കണം. നമ്മൾ ടൈമൊക്കെ കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടാണ് പരീക്ഷ നടത്താറുള്ളത്. മറ്റൊന്ന്, ബഹുവികൽപ്പ ചോദ്യങ്ങളും ഓർമ്മ പരിശോധന മാത്രമുള്ള ചോദ്യങ്ങളും പരിമിതമാക്കണം. അതായത് ഓർമ്മിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ പരിമിതമാക്കുക, ചോദ്യങ്ങൾ കുറക്കുക. മറ്റൊന്ന്, വിലയിരുത്തൽ സൂചകങ്ങൾ കൃത്യതയോടെ തയ്യാറാക്കിയിരിക്കണം. അതായത് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ, പരീക്ഷ കഴിഞ്ഞിട്ടല്ല വിലയിരുത്തൽ സൂചകങ്ങൾ തയ്യാറാക്കുക, ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ വിലയിരുത്തൽ സൂചകങ്ങൾ നേരത്തെ തയ്യാറാക്കിയിരിക്കണം. വിവരണാത്മക ചോദ്യങ്ങൾക്ക് ഓരോ ഘടകത്തിനും വേർതിരിച്ച് സ്കോർ നൽകണം. അതായത് ഇന്ന സാധനം ഹെഡിങ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്, അല്ലെങ്കിൽ 1/2 മാർക്ക്, കണ്ടന്റിൽ ആമുഖം എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്, ഇങ്ങനെ നമ്മൾ സ്കോർ കൃത്യമായിട്ട് വേർതിരിച്ച് നൽകണം. ചോദ്യപേപ്പറിന് മുകളിൽ പൊതുനിർദ്ദേശങ്ങൾ, അതായത് സമയം, സ്കോർ ഇവയൊക്കെ നൽകണം. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന് മുമ്പ് ചോദ്യപേപ്പർ ഡിസൈൻ തയ്യാറാക്കും വേണം.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഒരു 10 പോയിൻറ്റ്സെങ്കിലും നിങ്ങൾക്ക് കത്തിയടിച്ച് എഴുതാനുള്ള 10 പോയിൻറ്റ്സെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ചോദ്യം ഇങ്ങനെ ആയിരിക്കും, ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിക്കണം, വിശദമാക്കുക എന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. നന്നായിട്ട് എഴുതി പിടിപ്പിക്കുക കേട്ടോ. അടുത്തത് ഉത്തരസൂചികയും സ്കോറിങ്ങിനുള്ള പദ്ധതിയാണ്. നമ്മൾ ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉത്തരസൂചികയൊക്കെ തയ്യാറാക്കണില്ലേ, അപ്പോൾ ആ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മൾ ഉത്തരസൂചിക ഉണ്ടാക്കണം. അതേപോലെ സ്കോറിങ്ങിനുള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കിയിരിക്കണം. അപ്പോൾ തയ്യാറാക്കുന്ന ടൂളുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരസൂചികയും സ്കോറിങ്ങിനുള്ള പദ്ധതിയും തയ്യാറാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ ചോദ്യനിർമ്മാണം പൂർത്തീകരിക്കുക. അവിടെ വെച്ചിട്ടാണ് ചോദ്യനിർമ്മാണം അവസാനിക്കുന്നത്. അത് ചോദ്യകർത്താവ് തന്നെയാണ് ചെയ്യേണ്ടത്. ആൻസർ എഴുതേണ്ടതും വിലയിരുത്തൽ സൂചകങ്ങൾ തയ്യാറാക്കേണ്ടതൊക്കെ ചോദ്യകർത്താവ് തന്നെയാണ്, ചോദ്യം ഇടുന്ന ആൾ തന്നെയാണ്. അതേപോലെ തന്നെ ഉത്തരസൂചികയും സ്കോറിങ്ങിനുള്ള നിർദ്ദേശവും കൃത്യവും വ്യക്തവുമായിരിക്കണം. ഇന്നതിന് 1/2 മാർക്ക് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇത് മറ്റാളുകളാണ് നോക്കുക, ചോദ്യമിട്ട ആളുകളല്ലല്ലോ കേരളത്തിലുള്ള മൊത്തം ചോദ്യപേപ്പറുടെയും ആൻസറുകൾ കണ്ടെത്തുക, ആൻസറുകൾ നോക്കുക. അപ്പോൾ ആ സമയത്ത് മറ്റുള്ളവരാണ് നോക്കുക. അപ്പോൾ ഫലത്തിൽ വ്യത്യാസം വരാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് സ്കോർ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇനി മറ്റൊന്ന് ചോദ്യങ്ങളുടെ അപഗ്രഥനം. ചോദ്യനിർമ്മാണമൊക്കെ എഴുതി കഴിഞ്ഞു, ആ ചോദ്യം തയ്യാറാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ചോദ്യകർത്താവ് തന്നെ ചോദ്യപേപ്പർ വിലയിരുത്തലിന് വിധേയമാക്കണം. എല്ലാ മേഖലയിൽ നിന്നും ചോദ്യം എത്തിയിട്ടുണ്ടോ, എല്ലാ വിഭാഗക്കാരെയും പരിഗണിച്ചിട്ടുണ്ടോ, അതേപോലെ പിന്നാക്കം നിൽക്കുന്ന ആളുകൾ, ഭിന്നശേഷിക്കാർ, ഇവർക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ, ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. നമ്മൾ മുകളിൽ കുറേ പോയിൻറ്റ്സ് വായിച്ചില്ലേ, അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ചോദ്യപേപ്പർ വിലയിരുത്തലിന് വിധേയമാക്കാം. അടുത്ത ടോപ്പിക്കാണ് പ്രക്രിയാശേഷികളും വിലയിരുത്തലും. പ്രക്രിയാശേഷികളുടെ വിലയിരുത്തൽ UP ക്ലാസ്സുകളുടേത് പറയുന്നുണ്ട്. നിരീക്ഷണം, വർഗീകരണം, ആശയം വിനിമയം ചെയ്യൽ, അളക്കൽ, നിഗമനം രൂപീകരിക്കൽ, പരീക്ഷണങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് പ്രക്രിയാശേഷികളുടെ വിലയിരുത്തലിൽ വരുന്നത്. നിരീക്ഷണം എങ്ങനെയാണ് വിലയിരുത്തുക? പ്രശ്ന പരിഹരണത്തിന് ആവശ്യമായിട്ടുള്ള വിവരശേഖരണത്തിനായിട്ട് ഇന്ദ്രിയാനുഭവങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കുക. വർഗീകരണം പറഞ്ഞാൽ നിരീക്ഷിക്കാൻ കഴിയുന്ന സ്വഭാവ വിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പറ്റം വസ്തുക്കൾ അല്ലെങ്കിൽ ഒരു പറ്റം ആശയങ്ങളെ വർഗീകരിച്ചിട്ടുള്ളത് തിരിച്ചറിയാം. മറ്റൊന്നാണ് ആശയം വിനിമയം ചെയ്യൽ. പട്ടികകൾ, ഗ്രാഫുകൾ, മാപ്പുകൾ, ചാർട്ടുകൾ ഇവ ഫലപ്രദമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന് വിലയിരുത്താം. മറ്റൊന്നാണ് അളക്കൽ. അളന്ന് തിട്ടപ്പെടുത്തേണ്ട വിവരങ്ങൾ ഏതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വിലയിരുത്തലിൽ മാർക്ക് കൊടുക്കാം. അളക്കൽ എന്ന വിലയിരുത്തലിൽ മാർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ അനുയോജ്യമായ തോത് ഉപയോഗിച്ച് അളന്നിട്ടുണ്ട്, കൃത്യമായ അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് വിലയിരുത്താം. നിഗമനം രൂപീകരിക്കലോ ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് പ്രശ്ന പരിഹാരത്തിന് ആവശ്യമായ അളവുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിഗമനം രൂപീകരിച്ചതായിട്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ കുറേ പോയിന്റ്സ് അവിടെ പറയുന്നുണ്ട്, വായിച്ചു നോക്കാം. പരീക്ഷണങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക? ഉപകരണങ്ങൾ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യുന്നുണ്ടോ, പരീക്ഷണം നിരീക്ഷിച്ചിട്ട് നിഗമനത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ടോ, അതിന് തെളിവുകൾ ശേഖരിക്കുന്നുണ്ടോ, പരീക്ഷണ ഫലങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടോ, വിശകലനം ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് പരീക്ഷണത്തിൽ വിലയിരുത്തലിന് വിധേയമാക്കാം. കഴിഞ്ഞു. ടേം മൂല്യനിർണ്ണയത്തിനുള്ള ബ്ലൂ പ്രിൻ്റ് നിർമ്മാണമാണ് അടുത്ത പോയിൻ്റ്. ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, നിങ്ങൾ ചെയ്തതാണ്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യപേപ്പർ UPയിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു വിധം അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് യൂണിറ്റുകൾക്കുള്ള ആപേക്ഷിക പ്രാധാന്യം, വെയിറ്റേജ് ഓൺ യൂണിറ്റ്, യൂണിറ്റുകൾക്കുള്ള ആപേക്ഷിക പ്രാധാന്യം. ഇവിടെ യൂണിറ്റുകളുടെ പേരൊക്കെ തന്നിട്ടുണ്ട്. STD 5 ക്ലാസ് 5ാം ക്ലാസ്സത്തെയാണ് നമ്മൾ ഇവിടെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. 4 യൂണിറ്റുകൾ തന്നിട്ടുണ്ട്. യൂണിറ്റിൻ്റെ പേര് കണ്ടോ, 3, 4, 5 കോളങ്ങളായിട്ടാണ്. ഒന്നാമത്തെ കോളത്തിൽ ക്രമ നമ്പർ, യൂണിറ്റിൻ്റെ പേര് എഴുതുക. അടുത്തൊരു കോളത്തിൽ ചോദ്യങ്ങളുടെ എണ്ണം, കരുതലോടെ ചെലവിടാം, എത്ര ചോദ്യം വന്നു, പ്രപഞ്ചം എന്താ മഹാത്ഭുതം, എത്ര ചോദ്യം വന്നു. ഇത് നമ്മൾ ആദ്യം ടേബിൾ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ നമ്മൾ കരുതലോടെ ചെലവിടാം, ആ ഒരു പാഠഭാഗത്തിൽ നിന്ന് 2 ചോദ്യമാണെന്ന് പറഞ്ഞു. അടുത്ത കോളത്തിൽ സ്കോറാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ 2 ചോദ്യത്തിൽ നിന്ന് 10 സ്കോറാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ ഇട്ടിട്ടുള്ളത്.
കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കോർ ശതമാനം 20%. എല്ലാ പാഠഭാഗത്തു നിന്നും 10 മാർക്ക് വീതം ഇട്ടിട്ടുണ്ട്. അതേപോലെ 2 ചോദ്യങ്ങൾ വീതം, ആകെ സ്കോർ 100. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കണം. രണ്ടാമത്തത് ചോദ്യ മാതൃകകൾക്കുള്ള ആപേക്ഷിക പ്രാധാന്യം, വെയിറ്റേജ് ടു ക്വസ്റ്റ്യൻ മോഡൽ. വസ്തുനിഷ്ഠമായ ചോദ്യങ്ങളുടെ എണ്ണം 8, ആകെ സ്കോറും 8 തന്നെയാണ്. വിവരണാത്മകമായിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം 13 ഉണ്ട്. വിവരണാത്മകമാണ്, മാർക്ക് കൂടും. അപ്പോൾ ആകെ സ്കോർ 22. അപ്പോൾ ആകെ 24 ചോദ്യം, സ്കോറോ 30 മാർക്കല്ലേ വരെ, 30 മാർക്ക്. അപ്പോൾ 4 കോളം, ക്രമനമ്പർ, ചോദ്യമാതൃകകൾ, ചോദ്യങ്ങളുടെ എണ്ണം, ആകെ സ്കോർ. ഇനി മൂന്നാമത്തത് ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുകയാണ്. നമ്മൾ ചോദ്യങ്ങൾ ഇടുമ്പോൾ വ്യക്തമായിട്ടും അത് എഴുതിയിരിക്കണം. കരുതലോടെ ചെലവിടാം. നമ്മൾ പറഞ്ഞ് 2 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ചോദ്യ മാതൃകനെ 2ആക്കി തിരിക്കുക. വസ്തുനിഷ്ഠം, വിവരണാത്മകം. വസ്തുനിഷ്ഠത്തിൻ്റെ അവിടെ എണ്ണം സ്കോറും കൊടുക്കണം, വിവരണാത്മകത്തിൻ്റെ അവിടെയും എണ്ണം സ്കോറും കൊടുക്കണം. അപ്പോൾ കരുതലോടെ ചെലവിടാം എന്നതിൽ നിന്ന് ചോദ്യ മാതൃക വസ്തുനിഷ്ഠമായതിൽ നിന്ന് ഒരെണ്ണം, സ്കോർ 1. വിവരണാത്മകത്തിൽ നിന്ന് 4 ചോദ്യമുണ്ട്, സ്കോർ 4 വീതം. അപ്പോൾ ആകെ ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് 5 എണ്ണമാണ്, സ്കോർ 10 മാർക്ക്. ഇനി രണ്ടാമത്തേത് പ്രപഞ്ചം എന്ന മഹാത്ഭുതത്തിൽ നിന്ന് വസ്തുനിഷ്ഠമായിട്ടുള്ള ചോദ്യങ്ങൾ 3 എണ്ണം ഉണ്ട്, സ്കോറും 3 തന്നെ. വിവരണാത്മകമായിട്ടുള്ള ചോദ്യങ്ങൾ 3 എണ്ണമാണ്, സ്കോർ 7. ആകെ 6 ചോദ്യങ്ങൾ, ആകെ 10 മാർക്ക്. ഇങ്ങനെ നമ്മൾ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുക. അതിനുശേഷം നാലാമതായിട്ട് നമ്മൾ ചോദ്യപേപ്പറുടെ മോഡൽ വെക്കണം. അഞ്ചാമത്തത് ചോദ്യങ്ങളുടെ വിലയിരുത്തൽ സൂചകങ്ങൾ, മാർക്ക് നൽകുന്നത്. 4 കോളം തന്നെയാണ്. ചോദ്യ നമ്പർ ഇട്ട് കൊടുക്കുക, സെക്ഷൻസ് കൊടുക്കുക, ABC, വിലയിരുത്തൽ, ആ ഓരോ മാർക്കിനും സ്കോർ, വിശദാംശങ്ങൾ, ആകെ സ്കോർ. ഇതോടുകൂടി ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി കഴിഞ്ഞു. ഇതുപ്രകാരം 5ാം ക്ലാസ്സിൽ തന്നിട്ടുള്ള ഒരു അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അവിടെ നിങ്ങൾക്ക് മോഡലായിട്ട് തന്നിട്ടുണ്ട്. ചോദ്യപേപ്പർ ഞാൻ വായിക്കണില്ല, നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾക്ക് മോഡലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിലയിരുത്തൽ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അടുത്ത പാഠം നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ ഇടും. നന്നായിട്ട് ക്ലാസ് കേൾക്കുക. ഫ്രീ കിട്ടുന്ന സമയത്തും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുക. നിങ്ങൾ എഴുതി പഠിക്കണമെന്നോ ബുക്ക് എടുത്ത് നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല. കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒന്നും കൂടെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് ബുക്ക് വെച്ചിട്ട് ക്ലാസ് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ വോയിസ് തന്നെ കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എക്സാമിന് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ദിവസം കാണാം.